ആദ്യ പുസ്തകം അദ്ധ്യായം 34. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ആ ദേശത്തെ സ്ത്രീകളെ കാണാൻ പോയി. ആ ദേശത്തെ പ്രഭുവായ ഹിവ്യനായ ഹാമൂറിൻ്റെ മകൻ ശേഖേം അവളെ കണ്ടു കൂട്ടിക്കൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ച് അവളെ അപമാനിതയാക്കി. അവൻ്റെ മനസ്സ് യാക്കോബിൻ്റെ മകളെ അനുഗമിച്ചു. അവൻ അവളെ പ്രേമിച്ച് ആ യുവതിയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖേം തൻ്റെ പിതാവായ ഹാമൂറിനോട്, ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി എടുക്കണം എന്ന് പറഞ്ഞു. അവൻ തൻ്റെ പുത്രി ദീനായെ കളങ്കപ്പെടുത്തി എന്ന് യാക്കോബ് കേട്ടു. അവൻ്റെ പുത്രന്മാർ വളർത്തു മൃഗങ്ങളോടുകൂടി വെളിമ്പ്രദേശത്ത് ആയിരുന്നു. അവർ വരുവോളം അവൻ മൗനമായിരുന്നു. ശേഖേമിൻ്റെ പിതാവായ ഹാമൂർ യാക്കോബിനോട് സംസാരിക്കുവാനായി പുറപ്പെട്ടു. യാക്കോബിൻ്റെ പുത്രന്മാർ വെളിമ്പ്രദേശത്ത് നിന്ന് വന്ന് ഈ കാര്യം കേട്ടപ്പോൾ അവർക്ക് വ്യസനവും കഠിന കോപവും ഉണ്ടായി. എന്തെന്നാൽ അരുതാത്തത് ചെയ്തു ഇസ്രായേലിൽ കളങ്കം ഉണ്ടാക്കുകയും യാക്കോബിൻ്റെ പുത്രിയെ അപമാനിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ഹാമൂർ അവരോട് സംസാരിച്ചു പറഞ്ഞത്, എൻ്റെ മകൻ ശേഖേം നിങ്ങളുടെ മകളെ ആത്മാർത്ഥമായി മോഹിക്കുന്നു. അവളെ ഒരു ഭാര്യയായി കൊടുക്കുക. ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവിൻ. ഞങ്ങളോടുകൂടെ വസിപ്പിൻ. ഈ ദേശം നിങ്ങളുടെ മുമ്പാകെയുണ്ട്. അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് സമ്പാദിച്ചു കൊള്ളുവിൻ. ശേഖേം അവളുടെ അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞത്, എന്നോട് കരുണ കാണിപ്പിൻ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞാൻ തരാം. നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് വളരെയേറെ സ്ത്രീധനവും സമ്മാനങ്ങളും ഞാൻ തരാം. ഈ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരുവിൻ. അവൻ തങ്ങളുടെ സഹോദരി ദീനായെ കളങ്കപ്പെടുത്തിയിരുന്നതിനാൽ അവർ വഞ്ചനയായി അവനോട് സംസാരിച്ച് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഈ കാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ ഒരു പുരുഷന് കൊടുത്തുകൂടാ. എന്തെന്നാൽ അത് ഞങ്ങൾക്ക് അപമാനം ആകുന്നു. എന്നാൽ നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരാമെങ്കിൽ ആണുങ്ങളെല്ലാം ഞങ്ങളെപ്പോലെ പരിച്ഛേദനയേൽക്കാമെങ്കിൽ ഞങ്ങൾ ഇത് സമ്മതിക്കാം. ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങൾക്കും എടുക്കാം. ഞങ്ങൾ നിങ്ങളോടുകൂടെ പാർത്ത് ഏകജനതായി തീരാം. നിങ്ങൾ പരിച്ഛേദന ഏൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ചെവിക്കൊണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ പുത്രിയെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോരും. ഈ വാക്കുകൾ ഹാമൂറിനും അവൻ്റെ പുത്രൻ ശേഖേമിനും ഹിതകരമായി. ആ യുവാവിന് യാക്കോബിൻ്റെ പുത്രിയോടുള്ള പ്രേമം നിമിത്തം തനിക്കും തൻ്റെ വീട്ടുകാർക്കും അത് ചെയ്യുവാൻ അവൻ ഒട്ടും താമസിച്ചില്ല. അവൻ തൻ്റെ പിതൃഭവനത്തിൽ ഏറ്റവും ബഹുമാന്യനായിരുന്നു. ഹാമൂറും അവൻ്റെ മകൻ ശേഖേമും പട്ടണവാതിൽക്കൽ ചെന്ന് പട്ടണക്കാരോട് സംസാരിച്ച് പ്രകാരം പറഞ്ഞു, ഈ മനുഷ്യർ നമ്മോട് സമാധാനത്തിലാകുന്നുവല്ലോ. അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ. അവർക്ക് പാർക്കത്തക്കവണ്ണം നമ്മുടെ ദേശം വിസ്തൃതമാണല്ലോ. അവരുടെ പുത്രിമാരെ നമുക്ക് എടുക്കാം. നമ്മുടെ പുത്രിമാരെ അവർക്കും കൊടുക്കാം. എന്നാൽ അവരെ പോലെ നാമും പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർക്കുകയും
നാമുമായി ഏകജനത ആയി തീരുകയും ചെയ്യുവാൻ സമ്മതിക്കുകയുള്ളൂ. അവരുടെ ധനവും സമ്പാദ്യങ്ങളും വളർത്തുമൃഗങ്ങളെല്ലാം നമ്മുടേതാകും. അവർ പറഞ്ഞത് നാം സമ്മതിച്ചാൽ അവർ നമ്മോടുകൂടി പാർത്തുകൊള്ളും. പട്ടണവാതിൽക്കൽ ഇരുന്നവരെല്ലാം ശേഖേമും അവൻ്റെ അപ്പൻ ഹാമൂറും പറഞ്ഞത് ചെവിക്കൊണ്ട് പട്ടണവാതിൽക്കൽ ഇരുന്ന ആണുങ്ങളെല്ലാം പരിച്ഛേദന ഏറ്റു. 3-ാം ദിവസം അവരെല്ലാം കഠിനമായി വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ പുത്രന്മാരും ദീനായുടെ സഹോദരന്മാരും ആയ ശെമവൂനും ലേവിയും വാളുമെടുത്ത് ശാന്തമായിരുന്ന പട്ടണത്തിൽ കടന്ന് ആണുങ്ങളെയൊക്കെയും കൊന്നുകളഞ്ഞു. ഹാമൂരിനെയും അവൻ്റെ മകൻ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നിട്ട് അവർ തങ്ങളുടെ സഹോദരി ദീനായെ അവൻ്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോന്നു. അവർ തങ്ങളുടെ സഹോദരി ദീനായെ കളങ്കപ്പെടുത്തിയത് കാരണം യാക്കോബിന്റെ പുത്രന്മാർ കൊല്ലപ്പെട്ടവരുടെ ഇടയിൽ കിടന്ന് പട്ടണത്തെ കൊള്ളയടിച്ചു. അവരുടെ ആടുമാടുകളെയും കഴുതകളെയും പട്ടണത്തിലും വയലിലും ഉണ്ടായിരുന്നവയെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അവരുടെ സകലധനവും വിലപ്പെട്ടതൊക്കെയും അവരുടെ സ്ത്രീകളെയും അവർ കൈവശപ്പെടുത്തുകയും പട്ടണം മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്തു. ശെമവൂനോടും ലേവിയോടും യാക്കോബ് പറഞ്ഞത്, ഈ ദേശക്കാരായ അമോന്യരുടെയും കനാന്യരുടെയും പരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ ദ്രോഹിച്ച് ചീത്തയാക്കിയിരിക്കുന്നു. ഞാൻ എണ്ണത്തിൽ കുറഞ്ഞവനാകുന്നു. അവർ ഒന്നിച്ചു ചേർന്ന് എന്നെ ആക്രമിച്ചാൽ ഞാനും എൻ്റെ കുടുംബവും നശിച്ചു പോകും. ഒരു വേശ്യയോടെന്ന പോലെ ഞങ്ങളുടെ സഹോദരിയോട് അവൻ പ്രവർത്തിച്ചില്ലയോ എന്ന് അവർ പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.